ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് സെക്രട്ടറി LHJ പേപ്പർ 2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക്കാണ്. മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഓക്കെ, സിലബസിൽ എടുത്തു പറയുന്ന കാര്യം എന്താണ്? മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തു പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. ആകെ 8 മാർക്കാണ് ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെങ്കിലും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം 2 ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരുപാട് സ്കീംസ് വരുന്നുണ്ട്. ഈ സ്കീംസിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ നടപ്പിലാക്കി വരുന്ന സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതികളും, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഗവേണൻസ് മുഖേനയുള്ള പദ്ധതികളുമാണല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ എന്താണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ, ഭരണപരമായുള്ള കാര്യങ്ങൾ എന്താണ് ഡിജിറ്റലാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും അതുപോലെ കേരള സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളാണ് ഈ ഒരു പോയിന്റിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ക്ലാസ് ആരംഭിക്കണമെങ്കിൽ, ഈ ഒരു ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ആരംഭിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യമാണ് എന്താണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന കാര്യം, അല്ലെ. ഡിജിറ്റൽ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് നമുക്ക് കാര്യങ്ങൾ ആരംഭിക്കേണ്ടത്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതാണെന്നാണ് 2015 കാലയളവിൽ ആരംഭിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട 2015 ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സാങ്കേതിക വിദ്യാ മേഖലയിൽ രാജ്യത്തെ മൊത്തം എന്താണ് ഡിജിറ്റലായിട്ടൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് 2015 ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ഈ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന പല ഇ ഗവേണൻസ് പദ്ധതികളും നടപ്പിലാക്കി വരുന്നത്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡിജിറ്റൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പദ്ധതികൾ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഇപ്പോൾ ആധാർ, UIDAയുമായിട്ട് ബന്ധപ്പെട്ട ആധാർ കാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ആധാർ ഉണ്ട്, അതുപോലെ തന്നെ ഡിജി ലോക്കർ പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രാം സ്വരാജ്, ഈ ഓഫീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡിജിറ്റൽ ഇന്ത്യ പറഞ്ഞു, അല്ലെ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്താണ് 2010, 2015 ആ ഒരു കാലയളവിൽ ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അത്രത്തോളം എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ത്യയിൽ കൂടി ഈ ഒരു കാര്യങ്ങൾ ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയാസ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ, ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇന്ത്യയിൽ കൂടെ കാര്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നേതൃത്വത്തിൽ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി. പ്രധാനമായിട്ട് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, പരീക്ഷയ്ക്ക് പലപ്പോഴും ലക്ഷ്യങ്ങളൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരിക. എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ പദ്ധതിയുടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന്, സുരക്ഷിതവും അതുപോലെ സുസ്ഥിരവുമായ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുക. നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എന്താണ് സേഫും സെക്യൂറും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുക എന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. രണ്ടാമത്തെ എന്താണ് സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായിട്ട് ആളുകൾക്ക് എത്തിക്കുക, അല്ലെ. ഇത് തന്നെയാണ് ഈ ഗവേണൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, സർക്കാർ സേവനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് ഡിജിറ്റലായിട്ട് എത്തിക്കുക. അതുവരെ നമ്മൾ എന്താണ് ഫിസിക്കലി പോയിട്ട് നേടിയിട്ടുണ്ടായിരുന്ന സേവനങ്ങൾ ഇപ്പോൾ ഒരു വിലത്തുമ്പിൽ നമുക്ക് ഡിജിറ്റലായിട്ട് നേടുക, അല്ലെ. അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ലിറ്ററസി, നമ്മൾ സാധാരണ സാക്ഷരത എന്നൊക്കെ പറയാം, അല്ലെ. അത്തരത്തിൽ ഡിജിറ്റൽ സാക്ഷരത കൂടെ കൈവരിക്കുക. ഈ 3 ലക്ഷ്യങ്ങളായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് പവർ ടു എംപവർ എന്ന രീതിയിലായിരുന്നു അതിന്റെ മോട്ടോ ഉണ്ടായിരുന്നത്. സോ ആ രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുക. രണ്ടാമത്തത്, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായിട്ട് കൊണ്ടുവരിക. അതുപോലെ സാർവത്രിക ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുക എന്നൊക്കെയായിരുന്നു ലക്ഷ്യം. ഇത് കൊണ്ടുവന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, നമ്മൾ മെയ്റ്റി എന്ന രീതിയിൽ പറയാം, അല്ലെ. ഓക്കെ, മെയ്റ്റി എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ മിനിസ്ട്രിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷൻ ഏരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ പില്ലേഴ്സ് ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. പില്ലേഴ്സ് ഒക്കെ പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ കറണ്ട് കോമ്പോസിഷൻ കൂടെ നമുക്ക് നോക്കാനുണ്ട്. സോ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ ഇസ് campaign launched by Government of India to make its service available to citizen
ഇലക്ട്രോണിക്കലി വയ ഇംപ്രൂവ്ഡ് ഓൺലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബൈ ഇൻക്രീസിങ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി. എന്താണ്? ആളുകൾക്ക് സേവനങ്ങൾ എത്തിക്കുക അല്ലെ. അതുവരെ 2015 വരെ ഉണ്ടായിരുന്ന രീതിയിലല്ല മാറി, അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ആളുകൾക്ക് എന്താണ്, ആളുകൾക്ക് സമയം ലാഭിച്ചുകൊണ്ടും അതുപോലെ പൈസ ലാഭിച്ചുകൊണ്ടും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഇസ് എ ക്യാമ്പയിൻ ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു മേക്ക് എ സർവീസ് അവൈലബിൾ ടു സിറ്റിസൺ ഇലക്ട്രോണിക്കലി. എന്താണ്? സേവനങ്ങൾ ഇലക്ട്രോണിക്കലി അവരുടെ വിരൽത്തുമ്പിൽ കമ്പ്യൂട്ടറിലൂടെയോ മൊബൈലിലൂടെയോ എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയും അത്തരത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ മൊത്തം കൊണ്ടുവരാൻ, ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലൊരു പശ്ചാത്തല സൗകര്യം ഇന്ത്യ മൊത്തം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ. ദ ഇനിഷ്യേറ്റീവ് ഇൻക്ലൂഡ്സ് പ്ലാൻ ടു കണക്ട് റൂറൽ ഏരിയാസ് വിത്ത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. മറ്റൊന്ന് എന്താണ്? റൂറൽ ഏരിയാസ് അല്ലെ. റൂറൽ ഏരിയാസിൽ പലപ്പോഴും നമ്മൾ ആ ഒരു സമയത്തൊക്കെ പറയുന്ന കാര്യമാണ് ഡെവലപ്മെന്റ് എത്താത്ത ഏരിയാസ് ആണ്. അർബൻ ഏരിയാസിൽ ഡെവലപ്മെന്റ് കാര്യമായിട്ട് എത്തിയാലും റൂറൽ ഏരിയാസിൽ എന്താണ്, ഈ ഒരു ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് കണക്കുകളുണ്ടാവും. ബട്ട് അത് അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്? ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു കണക്ടിവിറ്റി ഡിജിറ്റലായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് കൂടെ സേവനങ്ങൾ നേടിയെടുക്കാനും സേവനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും സാധിക്കും അല്ലെ. സോ അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 ജൂലൈ 1 ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഓക്കെ, എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 ജൂലൈ 1 ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി. ഈ ഡേറ്റ് ഒക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും വരാറുണ്ട്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ലോഞ്ച് ചെയ്തത്. ഇനി മിനിസ്ട്രി, രണ്ടാമത്തെ ചോദ്യം വരാൻ വേണ്ടി സാധ്യതയുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നടപ്പിലാക്കി വരുന്ന മിനിസ്ട്രി ഏതാണ്? നമ്മുടെ മെയ്റ്റി അഥവാ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായുള്ള മെയ്റ്റി അഥവാ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് നടപ്പിലാക്കി വരുന്നത്. ഇറ്റ് ബോത്ത് യൂസസ് ആൻഡ് സപ്പോർട്ട്സ് അതർ ഗവൺമെന്റ് ഇന്ത്യ സ്കീംസ് സച്ച് ആസ് ഭാരത് നെറ്റ്, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭാരത് നെറ്റ്, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ കോറിഡോർസ്, ഭാരത് മാല, സാഗർമാല, അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം, അമൃത് ഭാരത്, ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ എന്താണ് ഡിജിറ്റൽ ഇന്ത്യ സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊന്നുമല്ല, നമുക്ക് വേറെ സ്കീംസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാനുണ്ട്. ഇനി 3 കോർ കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ കോർ കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ തന്നിട്ട് ഓൾ ഓഫ് ദ എബോ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല, ഇനി ഒരു കാര്യം മാത്രമാണെങ്കിൽ അത് മാത്രം എടുത്താലും മതി. ഓക്കെ, എന്തൊക്കെയാണ്? ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ പറഞ്ഞതല്ലേ, സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുക. രണ്ടാമത്തെ എന്താണ്? ഡെലിവറിംഗ് ഗവൺമെന്റ് സർവീസ് ഡിജിറ്റലി, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായിട്ട് സാധാരണ ആളുകൾക്ക് എത്തിക്കുക. മൂന്നാമത്തെയാണ് യൂണിവേഴ്സൽ ഡിജിറ്റൽ ലിറ്ററസി അഥവാ സാർവത്രിക ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുക. സോ ഇതാണ് 3 കോർ കമ്പോണൻസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ മിഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തൊക്കെയാണ്? സുരക്ഷിതവും അതുപോലെ തന്നെ സുസ്ഥിരവുമുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കുന്നു, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായിട്ട് എത്തിക്കുന്നു, സാർവത്രിക ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച് വയ്ക്കണം. ഇനി വിഷൻസ്. ഓക്കെ, വിഷൻ ഏരിയാസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന 3 കാര്യങ്ങളുടെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ എന്താണ് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് തോന്നുക. ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോർ യൂട്ടിലിറ്റി ടു എവറി സിറ്റിസൺ. അതായത് എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്താണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, അതിപ്പം റൂറൽ ആയാലും അർബൻ ഏരിയ ആയാലും എല്ലാവർക്കും എന്താണ് ഒരുപോലെ ഈ ഒരു കാര്യങ്ങൾ എത്തിക്കണം അല്ലെ. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ പൗരന്മാർക്കും ഉപയോഗപ്രദമാവണം എന്ന രീതിയിലാണ് ആദ്യത്തെ വിഷൻ വരുന്നത്. വിഷനും മിഷനും അല്ലെ. വിഷൻ ആദ്യത്തെ മിഷനാണിത്. രണ്ടാമത്തെ വിഷൻ എന്താണ്? ഗവേണൻസ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്. എന്താണ്? ആവശ്യാനുസരണമുള്ള ഭരണവും സേവനങ്ങളും കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഡിജിറ്റലായിട്ട് എത്തിക്കുക. മൂന്നാമത്തെ എന്താണ്? ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് സിറ്റിസൺ, അതായത് പൗരന്മാരുടെ ഡിജിറ്റൽ ശാക്തീകരണം. നമ്മൾ വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്? ഡിജിറ്റൽ ശാക്തീകരണം. എല്ലാവർക്കും എന്താണ് ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവും അത് യൂസ് ചെയ്യാനുള്ള ആ രീതിയിലുള്ള നോളജും അവർക്ക് ഉണ്ടാവണം. സോ നമ്മൾ മിഷനും പഠിച്ചു, വിഷനും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്ത കാര്യങ്ങളാണ്. വിഷൻ എന്തൊക്കെയാണ്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോർ യൂട്ടിലിറ്റി ടു എവറി സിറ്റിസൺ, അതുപോലെ ഗവേൺസ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്, ഡിജിറ്റൽ എംപവർമെന്റ് ഓഫ് സിറ്റിസൺ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തതുപോലെ നമുക്ക് പരീക്ഷ പേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും അങ്ങനെയാണ് വരാറുള്ളത്.
ഇനി ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 9 പില്ലേഴ്സ് ഉണ്ട്. ജസ്റ്റ് ആദ്യം നമുക്ക് പില്ലേഴ്സ് മാത്രം നോക്കിപ്പോ എന്നിട്ട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 9 പില്ലേഴ്സ് ഉണ്ട്. 9 പില്ലേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതൊക്കെ ചോദിക്കും, അതുപോലെ എങ്ങനെയൊക്കെ ചോദ്യം വരുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. സോ ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 9 പില്ലേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ബ്രോഡ്ബാൻഡ് ഹൈവേസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ബ്രോഡ്ബാൻഡ് ഹൈവേസ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് ആണ് പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം. പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം, ബ്രോഡ്ബാൻഡ് ഹൈവേസ്, ഇൻഫർമേഷൻ ഫോർ എവരിവൺ, പേര് തന്നെയാണ് കാര്യങ്ങൾ അല്ലേ. ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാംസ്, യൂണിവേഴ്സൽ ആക്സസ് ടു ഫോൺസ്. ഓക്കെ, അതുപോലെ IT ഫോർ ജോബ്സ്, ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ്, ഇ ക്രാന്തി ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ്, ഇ ഗവേണൻസ്, റീഫോമിംഗ് ഗവൺമെന്റ് ത്രൂ ടെക്നോളജി, അതുപോലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ടാർഗറ്റ് നെറ്റ് സീറോ ഇമ്പോർട്ട്. ഓക്കെ, നമ്മൾ ഇ ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇ ഗവേൺസ് മാത്രമല്ല ഡിജിറ്റൽ ഇന്ത്യയുടെ എയിമായിട്ട് വരുന്നത് മറ്റൊരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ 9 കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എങ്ങനെ ചോദ്യം വരുന്നത് പറയാൻ വേണ്ടി പറ്റത്തില്ല. ആദ്യം നമ്മൾ ബ്രോഡ്ബാൻഡ് ഹൈവേസ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇപ്പോൾ റൂറൽ ഏരിയ ആയാലും അതുപോലെ തന്നെ അർബൻ ഏരിയ ആയാലും എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ ഫോർ ഓൾ എന്ന രീതിയിൽ എന്താണ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുക എന്നതാണ് ആദ്യത്തെ പില്ലറായിട്ട് വരുന്നത്. ഒരു പില്ലർ എന്ന് പറയുമ്പോൾ എന്താണ്? തൂണാണല്ലേ. നമ്മളിപ്പം വീട് പറയാറുണ്ട്, വീട് പില്ലറിലാണ് തൂണിലാണ് നിൽക്കുന്നതെന്ന് പറയാറുണ്ട് അല്ലേ. ആ ഒരു തൂണ് ഇളകിപ്പോയാൽ എന്താണ്? വീട് മറിയുമെന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ എന്താണ്? അത്തരത്തിൽ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട 9 തൂണുകളിൽ ഒന്നാണ് ബ്രോഡ്ബാൻഡ് ഹൈവേസ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? ബ്രോഡ്ബാൻഡ് ഫോർ ഓൾ, റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും. റൂറൽ ഏരിയയിൽ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം വില്ലേജ് പഞ്ചായത്തുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിലധികം വന്നിട്ടുണ്ടാവും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരാറില്ല പലപ്പോഴും. അതുപോലെ ബ്രോഡ്ബാൻഡ് ഫോർ ഓൾ അർബൻ ഏരിയ യൂസ് വിർച്വൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇന്റഗ്രേറ്റ് നെറ്റ്വർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറും ബ്രോഡ്ബാൻഡ് ഹൈവേ പില്ലറിന്റെ ഭാഗമായിട്ട് ലഭ്യമാണ്. നെക്സ്റ്റ് എന്താണ്? യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി. അതായത് മൊബൈൽ കണക്ടിവിറ്റി എല്ലാ വില്ലേജിലും പരസ്പരം എന്താണ് കണക്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ലഭ്യമാവുന്ന രീതിയിൽ വരികയല്ലേ. കവർ 42,300 അൺകവേർഡ് വില്ലേജ് വിത്ത് മൊബൈൽ കണക്ടിവിറ്റി. അതായത് എത്താത്തിടത്ത് കൂടെ എന്താണ് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊബൈൽ കണക്ടിവിറ്റി എത്തിക്കുക എന്നത് കൂടെ ഒരു പില്ലറായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം. ഓക്കെ, അതായത് സാധാരണ ആളുകൾക്കും മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് അത്രത്തോളം നോളേജ് ഇല്ലാത്ത ആളുകൾക്കും കാര്യങ്ങൾ ലഭ്യമാണല്ലോ. ചിലപ്പോൾ എന്താണ് മൊബൈൽ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അല്ലേ. സോ അവരെ നമ്മൾ വിട്ടുകളയാൻ വേണ്ടി പാടില്ല. അതിന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന കോമൺ സർവീസ് സെന്റേഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അതിന് 2.5 ലക്ഷത്തോളം കോമൺ സർവീസ് സെന്റേഴ്സ് കൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. കൺവേർട്ട് 1,50,000 പോസ്റ്റ് ഓഫീസ് ഇൻറ്റു മൾട്ടി സർവീസ് സെന്റേഴ്സ്. എന്താണ്? 1 ലക്ഷം പോസ്റ്റ് ഓഫീസർ മൾട്ടി സർവീസ് സെന്റേഴ്സ് ആയിട്ട് കൊണ്ടുവന്നു. സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ബ്രോഡ്ബാൻഡ് ഹൈവേസ്, യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റി, പബ്ലിക് ഇന്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം. 3 പില്ലേഴ്സ് ആയല്ലേ. ഇനി 4ാമത്തെ പില്ലേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇ ഗവേണൻസ് അല്ലെ. ഇ ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ ആയിട്ട് നൽകുക. നമ്മൾ പറഞ്ഞ കാര്യമാണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സിംപ്ലി ആൻഡ് മേക്ക് ഗവൺമെന്റ് പ്രോസസ് മോർ എഫിഷ്യന്റ് ത്രൂ IT, പ്രൊമോട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഇന്റർഫേസ്. ഓക്കെ, ഇനി ഈ ക്രാന്തി എന്താണ്? ഈ ക്രാന്തി സേവനങ്ങൾ എന്താണ് ഇലക്ട്രോണിക്കലി നൽകാൻ വേണ്ടി. അതിപ്പം എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും അഗ്രികൾച്ചർ ആയാലും സെക്യൂരിറ്റി ആയാലും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആയാലും ജസ്റ്റിസ് ആയാലും പ്ലാനിംഗ് ആയാലും സൈബർ സെക്യൂരിറ്റി ആയാലും ഏത് സേവനങ്ങളായിക്കോട്ടെ അത് ഇലക്ട്രോണിക്കലി ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തൂണാണ് ഈ ക്രാന്തി എന്ന പേരിൽ കൊണ്ടുവന്നുള്ളത്. ഓക്കെ, ഈ ക്രാന്തി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പില്ലറാണ്. അതുപോലെ ഇൻഫർമേഷൻ ഫോർ ഓൾ. നമുക്കിപ്പം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പല സേവനങ്ങളും ഇപ്പോൾ RBIയുടെ മെസ്സേജ് വരാറുണ്ട്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും വാണിംഗ് ഒക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഫോണിൽ SMS ആയിട്ട് വരാറുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയുള്ള ഒരു പില്ലറാണ് ഇൻഫർമേഷൻ ഫോർ ഓൾ. എൻഷുർ ഓപ്പൺ ആക്സസ് ടു ഗവൺമെന്റ് ഡാറ്റ ആൻഡ് ഡോക്യുമെന്റ്. നമുക്ക് എന്താണ് തിരിച്ചു കാര്യങ്ങൾ എടുക്കാനും പറ്റും അല്ലെ. നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, അതുപോലെ തിരിച്ചു കാര്യങ്ങൾ നമുക്ക് എടുക്കാനും പറ്റും. എൻഗേജ് സിറ്റിസൺ വയ സോഷ്യൽ മീഡിയ ആൻഡ് വെബ് പ്ലാറ്റ്ഫോം. ഗവൺമെന്റ് കാര്യങ്ങൾ എന്താണ് എല്ലാവർക്കും ലഭ്യമാകുന്നു. അതുപോലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പില്ലറാണ്. നമ്മുടെ ഇന്ത്യ എന്താണ് ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് കൊണ്ടുവരിക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയറിലടക്കം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി വരുന്നു അല്ലെ. മറ്റു മേഖലകളെ കടത്തിക്കൊണ്ട് ഇന്ത്യയിൽ എന്താണ് ഇലക്ട്രോണിക് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യമായുള്ള വർധനവുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കറണ്ട് അഫയറിൽ. സോ ഇതിലൂടെ 2015 വരുമ്പോൾ നമ്മുടെ ഒരു എയിം ആയിരുന്നു
അച്ചീവിങ് നെറ്റ് സീറോ ഇമ്പോർട്ട്, അതായത് ഇറക്കുമതികൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിട്ടുള്ള ഇലക്ട്രോണിക് മേഖലയെ നമ്മൾ എന്താണ് സീറോ ആക്കി കൊണ്ടുവരണം. പകരം എന്താണ് ഇവിടെ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, എന്നിട്ട് എന്താണ് ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഇമ്പോർട്ട് നമ്മൾ പരമാവധി കുറച്ചിട്ട് സീറോയിലേക്ക് എത്തിക്കാനും എക്സ്പോർട്ടും അതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക്കൽ യൂസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊഡ്യൂസും ചെയ്യണം അല്ലെ. അച്ചീവ് നെറ്റ് സീറോ ഇമ്പോർട്ട് ത്രൂ ഇൻസെന്റീവ്സ്, എക്കണോമിക് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഫോക്കസ് ഓൺ കീ ഇലക്ട്രോണിക് പ്രൊഡക്റ്റ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റിന്റെ നിർമ്മാണം കറണ്ട് ഫീൽഡിൽ നമ്മൾ ആ ഒരു കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, അതുപോലെ IT ഫോർ ജോബ്സ്, എന്താണ് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ട്രെയിന് 1 crore സ്റ്റുഡൻറ് ഫോർ IT സെക്ടർ ജോബ്. IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിലേക്ക് ഇന്ത്യക്കാരെ കൂടെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് 1 കോടിയോളം സ്റ്റുഡൻസിന് ട്രെയിനിങ് നൽകുന്നു. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസിൽ BPOസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ട്രെയിൻ സർവീസ് ഡെലിവറി ഏജന്റ് ആൻഡ് റൂറൽ വർക്ക് ഫോഴ്സിനെ കൂടെ IT-യുടെ ഭാഗമാക്കിയിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം, മാസ് മെസ്സേജിങ്, ഗ്രീറ്റിംഗ്, ബയോമെട്രിക് പ്രോഗ്രാം, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും എത്തിക്കാൻ വേണ്ടിയിട്ട് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ കൂടെ ഒരു പില്ലർ വന്നിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ഷോർട്ട് ടേം ഇമ്പാക്ട്ഫുൾ പ്രൊജക്ട് ലൈക്ക് മാസ് മെസ്സേജിംഗ്, ബ്രോഡ്കാസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, ഗ്രീറ്റിംഗ്സ്, ബയോമെട്രിക് അറ്റൻഡൻസ്, വൈഫൈ ഇൻ യൂണിവേഴ്സിറ്റീസ്, സെക്യൂർ ഇമെയിൽ, പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ട് ആൻഡ് ബുക്സ് ഫോർ സ്കൂൾ. ഇത്തരത്തിൽ എന്താണ് ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു പില്ലറാണ് ഹാർവസ്റ്റ് പ്രോഗ്രാം. പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 9 പില്ലേഴ്സിനും ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരുന്നത്. താഴെ പറഞ്ഞ എന്തൊക്കെയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ പില്ലർ എന്ന രീതിയിൽ ചോദ്യം വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ അല്ലേ, ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ ആ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ഡിജിറ്റൽ ഇന്ത്യ മുഖേനയാണ് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. സോ അങ്ങനെ ഓരോരോ പദ്ധതിയായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ആദ്യത്തെ പദ്ധതി തീർച്ചയായിട്ടും എന്തായിരിക്കും? UIDAI അല്ലെ. UIDAI അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സിംപ്ലി പറയുന്നത് എന്താണ്? ആധാർ എന്ന രീതിയിൽ പറയും അല്ലെ. ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, എല്ലാവർക്കും ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ ഉണ്ടാവും. സോ UIDAI അഥവാ യൂണിഫോം ഐഡന്റിറ്റി ആ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. സോറി, യുണീക്ക് ആണ്. ഓക്കെ, യൂണിഫോം അല്ല, യുണീക്ക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണ് UIDAI വരുന്നത്. സോ UIDAI അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിൽ ആക്ച്വലി വരുന്നത് 2009 ഓക്കെ, 2009 ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. നമ്മളൊക്കെ ഒരു 14 വർഷം മുൻപ് ഈ ഒരു ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാനൊക്കെ പോയതൊക്കെ ഓർമ്മയുണ്ടാന്ന് വിചാരിക്കുന്നു. ബട്ട് അന്ന് ഇതിന് നിയമപരമായ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നില്ല. 2009 ഈ കാര്യം വന്നതെങ്കിലും ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നില്ല. സോ 2009 ഏതാണ്ട് കാര്യങ്ങൾ ആരംഭിച്ചു. 2010 ആയപ്പോൾ എന്താണ്? 2010 ആയ സമയത്ത് നമ്മളൊക്കെ എന്താണ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയൊരു സമയമായിരുന്നു 2010. ഓക്കെ, 2010 സെപ്റ്റംബർ 29 ഈ പറയുന്ന UIDAIയുമായിട്ട് ബന്ധപ്പെട്ട ആധാർ നമ്പർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ആധാർ നമ്പർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് അടക്കം ചോദിച്ചിട്ടുണ്ട്. 2019 സെപ്റ്റംബർ 29. അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടാണ്, നമ്മൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയിലെ ആധാർ നിയമം വരുന്നത് 2016 2016 ജൂലൈ 12 എന്ന രീതിയിലൊക്കെ ചിന്തിക്കും. അതെന്താണ്? അതിന് നിയമപരമായിട്ടുള്ള ഈ ഒരു അതോറിറ്റിക്ക് നിയമപരമായുള്ള അംഗീകാരം ലഭിച്ച വർഷമാണ് 2016. അതിനു മുൻപ് എന്താണ്? ഈ ഒരു യുണീക്ക് നമ്പർ ഇന്ത്യയിൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ആധാർ നമ്പർ അല്ലെങ്കിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആദ്യമായിട്ട് നൽകിയത് 2019 സെപ്റ്റംബർ 29. എന്തിനാണ് ഈ ഒരു നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു തിരിച്ചറിയൽ രേഖ തന്നെയാണ് ആധാർ അല്ലെ. ഓരോ ഇന്ത്യക്കാരനും എന്താണ് ഒരു നമ്പർ മാത്രം ലഭിക്കും, അല്ലാതെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഒരാൾക്ക് ഒന്നിലധികം ഒരിക്കലും ലഭിക്കത്തില്ല. യുണീക്ക് നമ്പറാണ്. ഓക്കെ, യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ് അത്. നമ്മുടെ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു നമ്പർ മാത്രമേ കിട്ടും. ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. നമ്മളിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആധാർ കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുക അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സിം എടുക്കാൻ വേണ്ടി പോവുകയാണ്, നിങ്ങളോട് എന്താണ് ആധാർ കാർഡ് നൽകാൻ വേണ്ടിയിട്ടാണ് പറയാം അല്ലെ. ഇനി എന്താണ് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആധാർ കാർഡ് ചോദിക്കും. അതുപോലെ ഒരുവിധം എല്ലാ സേവനങ്ങളും ആധാർ ലിങ്ക്ഡ് ആണ്. ഇവൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലും എന്താണ് പാൻ കാർഡും എല്ലാം ലിങ്ക്ഡ് ആണ് അല്ലെ. അതായത് ഒരു വ്യക്തിയുടെ A to Z കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിന് നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് ആധാർ വരുന്നത്. എല്ലാം എന്താണ് ആധാർ എന്ന് പറഞ്ഞൊരു കാര്യം സെൻട്രൽ ഓക്കെ UIDAI അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെൻട്രൽ കൊണ്ടുവന്നിട്ട് എന്താണ്
പാസ്പോർട്ട്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മറ്റേത് രീതിയിലുള്ള സേവനങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ ആധാർ എന്താണ് ഒരു സെൻട്രൽ ഐഡന്റിറ്റി എന്ന രീതിയിൽ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ഒരേ ഒരു ഐഡന്റിറ്റി. ഇപ്പൊ നമ്മൾ പറയും ഒരു വ്യക്തിക്ക് എന്താണ് ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് യുണീക്ക് ആയിരിക്കും അല്ലെ, മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവത്തില്ല ആ ഒരു ഫിംഗർ പ്രിന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഐറിസുമായിട്ട് ബന്ധപ്പെട്ട കണ്ണിന്റെ ആ ഒരു കാര്യങ്ങൾ എന്താണ് യുണീക്ക് ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. സോ അത്തരത്തിൽ എന്താണ് ആ കാര്യങ്ങൾ കൂടെ ആധാറിലേക്ക് വരുന്നത്. നമ്മൾ ആധാറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് 10 വിരലും അവർ സ്കാൻ ചെയ്യും, 2 കണ്ണിന്റെ ഐറിസും അവർ സ്കാൻ ചെയ്യും അല്ലെ. സോ ഇതൊക്കെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു വ്യക്തിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്ക് എന്താണ് ഈ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 10 വിരലും വെച്ചതൊക്കെ ഓർമ്മയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണു വെച്ചതൊക്കെ ഓർമ്മയുണ്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെ 2010 സെപ്റ്റംബർ 29 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു യുണീക്ക് നമ്പർ വന്നു. അന്ന് UIDAI ചെയർമാനായിട്ടുണ്ടായിരുന്നത് നന്ദൻ നിലേഖനിയായിരുന്നു. ഓക്കെ, നന്ദൻ നിലേഖനിയായിരുന്നു അന്ന് ചെയർമാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ എത്ര അക്ക നമ്പർ ആണെന്ന് അറിയാമോ? ഈ ഒരു നമ്പർ എത്ര അക്ക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 4, 8, 12 ആണ്. ഓക്കെ, 12 അക്ക നമ്പർ ആണ്, ഇവിടെ 16 ഉണ്ട് അല്ലെ. ഓക്കെ, 12 അക്ക നമ്പറാണ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, 12 അക്ക നമ്പറാണ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. 12 അക്ക നമ്പറാണ് ഓരോ വ്യക്തിക്ക് എന്താണ് 12 അക്ക നമ്പറാണ് വരുന്നത്. ഇവിടെ 16 കൊടുത്തു പോയിട്ടുണ്ട് അല്ലെ. ഓക്കെ, ആ ഒരു ഫിഗറിൽ നമുക്ക് കാര്യങ്ങൾ സ്ലൈഡിലേക്ക് നോക്കാം. ദ UIDAI വാസ് ദ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ഇൻ January 2009 ആസ് ആൻ അറ്റാച്ച്ഡ് ഓഫീസ് അണ്ടർ ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആദ്യം എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബോഡി ആയിട്ട് 2009 ജനുവരിയിലാണ് ആധാർ വരുന്നത്, അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ദ UIDAI's പ്രൈമറി പർപ്പസ് ഈസ് ടു അസൈൻ എ യൂണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ടു എവരി റെസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ നൽകുക എന്നതാണ് ആധാറിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ദിസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഈസ് റെഫേർഡ് ടു ആസ് ആധാർ. ഈ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് നമ്മൾ ആധാർ എന്ന പേരിലാണ്, ചുരുക്ക പേരിലാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. നമ്മൾ ആധാരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഓക്കെ, കളിയാക്കാറുണ്ട്. സോ ആധാറാണ് വരുന്നത്. ഇനി പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി സാധ്യതയുള്ള ചോദ്യമാണ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ എത്ര ഡിജിറ്റ് നമ്പർ ആണെന്ന രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലെ. ആധാർ എത്രയാണ്? 12 ഡിജിറ്റ് യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. എത്ര ഡിജിറ്റ് ആണ് ആധാർ വരുന്നത്? 12 ഡിജിറ്റ് ആണ്. ആ രീതിയിൽ ഓർത്തു വെക്കണം. ഞാൻ ആദ്യം തന്ന ആ ഒരു ഫിഗർ നോക്കിയിട്ട് വിലയിരുത്തേണ്ട. അവിടെ 16 നമ്പർ എങ്ങാണ്ടുണ്ട്. സോ 12 നമ്പർ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുള്ളൂ അല്ലേ. ഓക്കെ, ഇവിടെ നോക്കിയിട്ട് വിലയിരുത്തേണ്ട. ഇവിടെ 16 നമ്പർ എങ്ങാണ്ട് വന്നു പോയിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. സോ ആകെ എന്താണ്? ആകെ 12 ഡിജിറ്റ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ. ദ ആധാർ നമ്പർ ഇസ് എ 12 ഡിജിറ്റ് യൂണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ദ UIDAI അസൈൻസ് numbers in accordance with the Aadhaar Act 2016. 2014 പിന്നീട് വന്ന ആധാർ ആക്ടിന്റെ പിൻബലത്തിലാണ് ഈ ഒരു നമ്പറും കാര്യങ്ങളും നൽകുന്നത്. ദ ആധാർ ആക്ട് 2016 പ്രൊവൈഡ്സ് ലീഗൽ ഫ്രെയിം വർക്ക്. എന്താണ് 2019 നൽകി തുടങ്ങിയ ഈ ഒരു നമ്പറിന് നിയമപരമായുള്ള ഒരു അംഗീകാരം നൽകുന്നത് എന്താണ്? ഈ 2016 ആക്ട് ആണ്. അതായത് 2010 വന്ന സമയത്ത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതായത് ജനങ്ങളിൽ നിന്നും എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു നിയമപരമായുള്ള സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമാണല്ലേ. അതുകൊണ്ടെന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് കൊണ്ടുവന്നു. കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് ആധാർ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിൽ ഒരു ആക്ട് കൊണ്ടുവന്നു. 2016 ആക്ടിന്റെ പിൻബലത്തിലാണ് ഈ ഒരു ID പിന്നീട് നൽകുന്നത്. ദ ഫസ്റ്റ് UID നമ്പർ വാസ് ഇഷ്യൂഡ് ഓൺ 29 സെപ്റ്റംബർ 2010. 2010 സെപ്റ്റംബർ 29 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ആധാർ നമ്പർ നൽകുന്നത്. മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിലാണ്. അതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നൽകപ്പെട്ട ആ ഒരു ഏരിയ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നന്ദൂർബാറിൽ 2010 സെപ്റ്റംബർ 29 നമ്മളൊക്കെ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. ബട്ട് ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ വന്നിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ became a statutory authority established under the provision of the Aadhaar Targeted Delivery of Financial and Other Subsidies Benefit and Service Act 2016. ആധാർ ആക്ട് 2016. പിന്നീട് എന്താണ് 2010 വന്ന ഇതിന് പിന്നീട് നിയമപരമായുള്ള അംഗീകാരം ലഭിക്കുന്നത് ആധാർ ആക്ട് 2016 ഈ ഒരു ആധാർ ആക്ട് എന്ന് വന്നു? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th July 2016 ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്ന അതേ മിനിസ്ട്രി തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാണല്ലോ ആധാറും കാര്യങ്ങളും. സോ അതേ മിനിസ്ട്രി തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. 2015 ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ വന്നു. അതിന് നെക്സ്റ്റ് ഇയർ തന്നെ ഇതിനെന്താണ് നിയമപരമായ സ്റ്റാറ്റസ് നൽകി അല്ലേ. സോ ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ പ്രധാനപ്പെട്ട തുടക്കത്തിൽ വന്നൊരു പദ്ധതിയാണ് ആധാർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ പറഞ്ഞത് മാറിപ്പോയത് 2009 ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് നിയമപരമായുള്ള ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ വരുന്നില്ല. 2019 സെപ്റ്റംബർ 29 എന്താണ്
ആളുകളുടെ ഡാറ്റാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. മഹാരാഷ്ട്ര നന്ദൂറിലാണ് ID ആദ്യമായിട്ട് യുണീക്ക് ID നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിന് നിയമപരമായിട്ടുള്ള അംഗീകാരം വേണമെന്ന് മനസ്സിലാക്കുകയും 2016 ജൂലൈ 12 ഇത് ഒഫീഷ്യലായിട്ട് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിൽ ഒരു ആക്ടിലൂടെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ആധാർ ആക്ട് 2016 ഹാസ് ബീൻ അമെൻഡഡ് ബൈ ദ ആധാർ ആൻഡ് അതർ ലോസ് ആക്ട് 2019 വിത്ത് എഫക്ട് ഫ്രം 25 ജൂലൈ 2019. പിന്നീട് എന്താണ് ആവശ്യമുള്ള മാറ്റങ്ങൾ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ എന്താണ് അമെൻമെന്റ് അല്ലെങ്കിൽ ഭേദഗതി കൊണ്ടുവരും അല്ലെ. അങ്ങനെ 2016 ആക്ട് 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആധാർ ആൻഡ് അതർ ലോസ് അമെൻമെന്റ് ആക്ട് 2019 എന്ന പേരിലാണ് ഭേദഗതി ചെയ്തത്. ദ UID നമ്പർ ഇസ് ലിങ്ക്ഡ് ടു ദ റെസിഡൻസ് ബേസിക് ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഇൻഫർമേഷൻ. അവിടെ എന്താണ് നമ്മൾ ഏത് ലൊക്കാലിറ്റിയിൽ ജീവിക്കും, നമ്മുടെ അഡ്രസ് അടക്കം കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. അതുപോലെ നമ്മുടെ എന്താണ് ബയോമെട്രിക് ഡീറ്റെയിൽസ്, നമ്മുടെ 10 വിരലിന്റെയും കാര്യങ്ങൾ അവരെടുക്കും. അതുപോലെ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫേസ് റെക്കഗ്നീഷൻ, ഇതൊക്കെ അവരെടുക്കും അല്ലെ. ദിസ് ഇൻക്ലൂഡ് എന്താണ് നമ്മുടെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നീഷൻ വരുന്ന ഫോട്ടോഗ്രാഫ്, 10 ഫിംഗർ പ്രിന്റ്സും എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐറിസ് സ്കാൻ. പ്രധാനമായിട്ട് ഇതിൽ എന്തൊക്കെയാണ് എടുക്കുന്നത്? ഒന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫ്, ഫേസ് ആണ് വരുന്നത്. അതുപോലെ 10 ഫിംഗർ പ്രിന്റ്സും അതുപോലെ കണ്ണിന്റെ ഐറിസ് സ്കാനും വരുന്നുണ്ട്. ദ UIDA's ആധാർ സിസ്റ്റം ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ സ്ട്രീം ലൈനിങ് വേരിയസ് ഗവൺമെന്റ് സ്കീംസ് ആൻഡ് സർവീസ്. ഇന്ന് ഗവൺമെന്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ബെനിഫിഷ്യറി ആവണം അല്ലെങ്കിൽ ഗുണഭോക്താവ് ആവണമെങ്കിൽ ആദ്യം നമ്മളോട് ഗവൺമെന്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ എവിടെ, ആധാർ നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുക അല്ലെ. അതായത് ഗവൺമെന്റ് നൽകുന്ന എന്ത് കാര്യങ്ങളും സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയാണ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, സോ അവർ ജസ്റ്റ് ആധാർ നമ്പർ നൽകി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സേവനം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും അല്ലെ. അല്ലാതെ മുൻപെന്താണ്, മുൻപിത്തത്തിൽ വരുന്ന സമയത്ത് ഒരു 2010 മുൻപെന്താണ് ആളുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകൾ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കും, ചില ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കും, ചില ആളുകൾ വോട്ടർ ID കൊടുക്കും. അങ്ങനെ ആളുകൾ ഡിഫറെന്റ് IDs കൊടുത്തു കഴിഞ്ഞാൽ അതെവിടെയാണ് ഡാറ്റ കളക്ഷനിൽ പ്രശ്നങ്ങൾ വരും അല്ലെ. ബട്ട് ഒരു സിംഗിൾ നമ്പർ കൊടുത്ത് ആ സിംഗിൾ നമ്പർ എല്ലാത്തിനോടും ബന്ധിപ്പിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുമ്പോൾ എല്ലാം നമുക്ക് ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ലഭിക്കും. അതായത് ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ലഭിക്കും. പാൻ കാർഡ് പോലുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്കീംസും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഏരിയാസ് ഓൾസോ ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഗവൺമെന്റ് പദ്ധതി ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ പദ്ധതി ആയിക്കോട്ടെ, അതൊക്കെ ഇതുവഴിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആധാർ ഇല്ലെങ്കിൽ ഒന്നും ലഭിക്കില്ല, ബെനിഫിഷ്യറി ആവാൻ വേണ്ടി പറ്റില്ലെന്നൊരവസ്ഥയാണ്. enabling the opening of bank account with a just Aadhaar number is a proof of identity. നമുക്ക് എന്താണ് ബാങ്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ അവർ പറയും ആധാർ കൊണ്ടുവരണം എന്ന് പറയും അല്ലെ. അതാണ് അവിടെയൊക്കെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത്. ഇനി പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി പോകുന്ന മറ്റൊരു ചോദ്യമാണ് ആധാറിന്റെ ഒബ്ജക്റ്റീവ്സ്. തീർച്ചയായിട്ടും വരാൻ വേണ്ടി പോകുന്ന ചോദ്യമാണ് ആധാറിന്റെ ഒബ്ജക്റ്റീവ്സ്. ആദ്യത്തെ കാര്യം എന്താണ്, നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ടു പ്രൊവൈഡ് ഗുഡ് ട്രാൻസ്പാരന്റ് ആൻഡ് എഫിഷ്യന്റ് ഗവേണൻസ്. ഭരണ സംവിധാനങ്ങൾ എന്താണ് നല്ല രീതിയിലും ട്രാൻസ്പാരന്റ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലേ ഈ ഒരു നമ്പർ ജസ്റ്റ് ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടിയില്ലേ. സോ സ്കീമിന്റെ ബെനിഫിഷ്യറി ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്, ടു ഡെവലപ്പ് പോളിസി പ്രൊസീജിയർ ആൻഡ് സിസ്റ്റം ഫോർ ഇഷ്യൂയിങ് ആധാർ നമ്പർ ടു റെസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആദ്യത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്, അതായത് UIDAയുടെ ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത്. ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ബോഡിയാണ്. ടു ഡെവലപ്പ് പോളിസി, നയരൂപീകരണം അല്ലെ, പ്രൊസീജിയർ ആൻഡ് സിസ്റ്റം ഫോർ ഇഷ്യൂയിങ് ആധാർ നമ്പർ ടു റെസിഡന്റ് ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഇന്ത്യയിലെ ആളുകൾക്ക് ആധാർ നമ്പർ നൽകുക. അതുപോലെ മൂന്നാമത്തെ എന്താണ്, to provide a platform to citizen of the country holding Aadhaar card to authenticate and update their digital identity. അവരുടെ എന്താണ് ഡിജിറ്റൽ ഐഡന്റിറ്റി ഉറപ്പുവരുത്തുന്നു അല്ലെ, ഡിജിറ്റൽ ഐഡന്റിറ്റി അതിലൂടെ ഉറപ്പുവരുത്തുന്നു. എൻഷുർ അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി ആൻഡ് റെസിലിയൻസ് ഓഫ് ദ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ഇവിടെ ഉറപ്പുവരുത്തുന്നത് UIDAയുടെ ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ ടു എൻഷുർ സെക്യൂരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യലിറ്റി ഓഫ് ഐഡന്റിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ റെക്കോർഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ ഇപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ചോർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ പറയുന്ന ഡാറ്റ ചോരാതെയും അത് സുരക്ഷിതമായിട്ട് സംരക്ഷിക്കേണ്ടത് UIDAIയുടെ ചുമതലയാണ്. ഈ ഒരു ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന അവരാണല്ലോ. സോ അവർ തന്നെ ഈ ഒരു കാര്യങ്ങൾ നോക്കണം. ടു മേക്ക് റൂൾസ് ആൻഡ് റെഗുലേറ്റ് ഇൻ ലൈൻ വിത്ത് ആധാർ ആക്ട്. ആധാർ ആക്ട് 2016 പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റം വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് UIDAI ആണ്. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി കമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ആധാർ പ്രൊവൈഡ് ചെയ്യുന്നത്, യൂണിക് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരൊക്കെയാണ് വരുന്നത്, ചെയർപേഴ്സൺ വരുന്നുണ്ട്, 2 പാർട്ട് ടൈം മെമ്പർ വരുന്നുണ്ട്, കൂടെ ഒരു ചീഫ്
എക്സിക്യൂട്ടീവ് ഓഫീസർ CEO എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ആയിരിക്കും. നിലവിൽ ആരൊക്കെയാണ് നോക്കാനുണ്ട്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാത്രം കറണ്ട് അഫയർ ലിങ്ക് ആയിട്ട് ചോദ്യങ്ങൾ വരും. ആരൊക്കെയാണ്? പ്രസന്റ് ചെയർപേഴ്സൺ ആരാണ്? നീൽകാന്ത് മിശ്രയാണ് ചെയർപേഴ്സൺ, പാർട്ട് ടൈം മെമ്പർ എന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ മെമ്പർ ആരൊക്കെയാണ്? പ്രൊഫസർ മൗസവും അതുപോലെ തന്നെ മറ്റൊരു പാർട്ട് ടൈം മെമ്പർ രണ്ടുപേരുടെ നിലേഷ് ഷായുമാണ്. CEO വരുന്നത് അമിത് അഗർവാൾ IAS ആണ്. ഇത് ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡാറ്റയാണ്. സോ വിശ്വസിച്ചെടുക്കാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. വിക്കിപീഡിയയിൽ ക്രോസ് ചെക്ക് ചെയ്ത സമയത്തും ഈ ഡാറ്റ തന്നെയാണ് കണ്ടത്, വിശ്വസിക്കുന്നു. ഗവൺമെന്റ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പം അപ്ഡേറ്റ് ചെയ്യാതെ ഇടാം. ബട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഡാറ്റ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് എന്താണ് അത്തരത്തിൽ അവർ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെയാണല്ലോ കിടക്കുന്നത്, അത് നിങ്ങളുടെ ബാധ്യതയല്ലേ എന്ന രീതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാനും വേണ്ടി പറ്റും അല്ലേ. സോ ആ രീതിയിൽ ധൈര്യമായിട്ട് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കാര്യങ്ങൾ പഠിക്കാം. സോ ആദ്യത്തെ ഇനീഷ്യേറ്റീവ് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു ആദ്യത്തെ ഇനീഷ്യേറ്റീവ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, UIDAയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങളുടെ ആധാറിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ സർക്കാർ ജീവനക്കാരുടെ ഹാജർ പരിശോധിക്കാനും ബയോമെട്രിക് ഹാജർ പ്രാപ്തമാക്കാനൊക്കെ ആധാർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സിഡി, MG NRG LPG ആനുകൂല്യങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് ആധാർ ഉപയോഗിക്കുന്നുണ്ട്. പാസ്പോർട്ടിന് ആധാർ നിർബന്ധമാണ്. മൊബൈൽ സിമ്മുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. റേഷൻ കാർഡും ആധാറും എല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാം എന്താണ്? ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ഗ്രാം സ്വരാജ് പദ്ധതിയാണ്. എന്താണ്? ഈ ഗ്രാം സ്വരാജ് പദ്ധതിയാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവാണ് ഈ ഗ്രാം സ്വരാജ്. ഇത് നമ്മുടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം ആരംഭിച്ചൊരു കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പോർട്ടലാണ് ഈ ഗ്രാം സ്വരാജ് പോർട്ടൽ വരുന്നത്. പ്രധാനമായിട്ട് പഞ്ചായത്തുകളുടെ ഡിജിറ്റലൈസേഷൻ തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പഞ്ചായത്തുകളിൽ എന്താണ്? ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീക ആസൂത്രണം, പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ്, ജോലി അടിസ്ഥാനമാക്കിയുള്ള അക്കൗണ്ടിങ്, ഇതിലൊക്കെ എന്താണ്? സുതാര്യത കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്മാർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ഗ്രാം സ്വരാജ് പദ്ധതി. ഓക്കെ, ടു സ്ട്രെങ്തൻ ഈ ഗവേൺസ് ഇൻ പഞ്ചായത്ത് രാജില് ഈ ഗവേൺസ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണിത്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് MOPR എന്ന് പറയാം. നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. എന്താണ് ഈ ഗ്രാം സ്വരാജ് എന്ന് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ് റെസ്പോൺസിബിൾ മിനിസ്ട്രി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ലോഞ്ചർ ഈ ഗ്രാം സ്വരാജ് യൂസർ ഫ്രണ്ട്ലി വെബ് ബേസ്ഡ് പോർട്ടലാണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്? ഈ ഗവേണൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ ഒരു വെബ് ബേസ്ഡ് പോർട്ടലാണ് ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്നത്. ഈ ഗ്രാം സ്വരാജ് എയിംസ് ടു ബ്രിങ് ബെറ്റർ ട്രാൻസ്പാരൻസി ഇൻ ദ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, പ്രോഗ്രസ് റിപ്പോർട്ടിംഗ് ആൻഡ് വർക്ക് ബേസ്ഡ് അക്കൗണ്ടിംഗ് എന്നാണ്. നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വികേന്ദ്രീകൃത ആസൂത്രണം, അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങൾക്കൊക്കെ കൃത്യമായുള്ളൊരു വ്യക്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്. ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് വർക്ക് ബേസ്ഡ് അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻ ഫോർ പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജ് ആ ഒരു സ്ഥാപനങ്ങളുടെ എന്താണ് ആ ഒരു നടത്തിപ്പും അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസും കൃത്യമാണ് നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ടുള്ളൊരു സിംപ്ലിഫൈഡ് വർക്ക് ബേസ്ഡ് അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻ കൂടിയാണ് പഞ്ചായത്ത് രാജ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ആസ് പാർട്ട് ഓഫ് പഞ്ചായത്ത് രാജ് എന്റർപ്രൈസ് സ്യൂട്ട് അണ്ടർ ഈ പഞ്ചായത്ത് മിഷൻ മോഡ് പ്രൊജക്ട്. അതായത് ഈ പഞ്ചായത്ത് മിഷൻ മോഡ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് എന്റർപ്രൈസ് സ്യൂട്ട് നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ മിനിസ്ട്രി ഒക്കെ പറഞ്ഞിട്ടുണ്ട് നടപ്പിലാക്കിയുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പം ചോദിക്കാം. അതായത് ഈ ഗ്രാം സ്വരാജ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിന്റെ ഘട്ടങ്ങൾ എന്ന രീതിയിലൊക്കെ ചോദ്യം വരാം, അല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കിൾ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഒന്ന് പഞ്ചായത്ത് പ്രൊഫൈലിംഗ് വരുന്നുണ്ട്, അതുപോലെ ആക്ഷൻ പ്ലാൻ ക്രിയേഷൻ വരുന്നുണ്ട്, ആക്ടിവിറ്റി ഔട്ട്പുട്ട് തയ്യാറാക്കുന്ന വരുന്നത്, പ്രോഗ്രസ് റിപ്പോർട്ട്, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രസ് റിപ്പോർട്ട്, അതുപോലെ ജിയോ ടാഗിംഗ് ഓഫ് അസറ്റ്സ്, ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസറ്റ്സിന്റെ ജിയോ ടാഗിംഗ് വരുന്നുണ്ട്, അതുപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഇത്രയും കാര്യങ്ങളാണ്, 6 കാര്യങ്ങൾ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഈ ഗ്രാം സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട 6 കാര്യങ്ങൾ. ഒന്നെന്താണ്? പഞ്ചായത്ത് പ്രൊഫൈലിംഗ്, അതുപോലെ ആക്ഷൻ പ്ലാൻ ക്രിയേഷൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഔട്ട്പുട്ട്, പ്രോഗ്രസ് റിപ്പോർട്ടിംഗ്, ജിയോ ടാഗിംഗ് ഓഫ് അസറ്റ്സ്, അതുപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക്, ആദ്യം നമ്മൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു, ഈ ഗ്രാം സ്വരാജ് പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, ഇന്നത്തെ ക്ലാസ്സിൽ ഇത് കൂടെ ചർച്ച ചെയ്ത് നമുക്ക് നിർത്താം. ഈ ഓഫീസ് പേര് തന്നെയുണ്ട് അല്ലെ, ഓഫീസ്, ഗവൺമെന്റ് ഓഫീസ് എന്താണ് ഇലക്ട്രോണിക് ആക്കിയിട്ട്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഈ ഓഫീസ്. ഈ ഓഫീസിന് കീഴിലായിട്ട് കുറച്ച് മറ്റ് സബ് സ്കീം കൂടെ വരുന്നുണ്ട്. ഈ ഓഫീസിന്റെ മോട്ടോ എന്താണ്? എ ഡിജിറ്റൽ വർക്ക് പ്ലേസ് സൊല്യൂഷൻ എന്നതാണ് ഈ ഓഫീസിന്റെ മോട്ടോ വരുന്നത്. ഓക്കെ, ഈ ഓഫീസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സർക്കാർ ഓഫീസുകളിൽ എന്താണ് ലളിതവും സുതാര്യവും ഫലപ്രദവുമായിട്ട്
ജോലികൾ എന്താണ് നടപ്പിലാക്കാൻ വളരെ വേഗത്തിൽ സർക്കാർ ഓഫീസസ് എന്താണ് വിരൽത്തുമ്പിൽ ജോലികൾ എന്താണ് എത്തിക്കാനുള്ള അവരുടെ ആ ഒരു കാര്യങ്ങൾ ഓഫീസിലേക്ക് പോവാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള വർക്കാണ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു പോർട്ടലാണ് ഈ ഓഫീസ് എന്ന രീതിയിൽ പറയുന്നത്. ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ദൈനംദിന ഔദ്യോഗിക ജോലി സംബന്ധമായുള്ള പ്രവർത്തനങ്ങൾ എന്താണ് മൊത്തത്തിൽ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർലെസ് ആയിട്ട് കാര്യങ്ങൾ മാറുക അല്ലെ, പേപ്പർലെസ് ആയിട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫയല് അതുപോലെ തന്നെ വർക്ക് ഫ്രം എനിവെയർ, സ്പാരോ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാനുണ്ട്. ഈ ഓഫീസ് ബീങ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഇസ് എ മീഡിയം ടു അച്ചീവ് സിംപ്ലിഫൈഡ് റെസ്പോൺസീവ് എഫക്റ്റീവ് അക്കൗണ്ടബിൾ ആൻഡ് ട്രാൻസ്പാരന്റ് വർക്കിംഗ് ഓഫ് ഗവൺമെന്റ് ഓഫീസ്. ഗവൺമെന്റ് ഓഫീസിന്റെ വർക്ക് എന്താണ് സ്മാർട്ടായിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീസ് അതുവരെ എന്താണ് രാവിലെ പോയി ആളുകൾ വരുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു, പേപ്പറിൽ എഴുതുന്നു, പേപ്പർ അവിടെ കെട്ടിവെക്കുന്നു, ചുവപ്പ് നാടയിൽ കെട്ടിവെക്കുന്നു. ആ പരിപാടിയാണെങ്കിൽ ഇനി അത് വേണ്ട. അവിടെ എന്താണ് എല്ലാ ഫയലും കാര്യങ്ങളും എന്താണ് സ്മാർട്ടായിട്ട് കൊണ്ടുവരുന്നു അല്ലെ. അതുപോലെ തന്നെ എവിടെ ഇരുന്നിട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പെർഫോമൻസ് അനലിസിസ് പോലുള്ള കാര്യങ്ങൾ എന്താണ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ എന്താണ് സിമ്പിളായിട്ട് ഡിജിറ്റലിലൂടെ കൊണ്ടുവരുന്നതാണ് ഈ ഓഫീസ് എന്ന് പറയുന്നത്. ദ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഈ ഓഫീസ് നോട്ട് ഓൺലി അസിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇൻഫോംഡ് ആൻഡ് ക്വിക്കർ ഡിസിഷൻ ബട്ട് ഓൾസോ ടു മേക്ക് പേപ്പർലെസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പേപ്പർലെസ് ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റലി കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി കൂടി സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എ ഡിജിറ്റൽ വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഡിജിറ്റൽ വർക്ക് പ്ലേസ് ആണല്ലേ, അതായത് എന്താണ് നമുക്ക് ഫിസിക്കലി അവിടെ ലഭ്യമല്ലെങ്കിൽ ഓഫീസിൽ ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ മുഖേന ചെയ്യാൻ വേണ്ടി പറ്റും. It is a product suite comprised of several applications for transforming the day-to-day official work related to the activity of government organization. Government organization ഓരോ ദിനത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ട് മാറ്റുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫയൽ അഥവാ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ. ഓൾറെഡി കൺവെൻഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പേപ്പർ വർക്കും കാര്യങ്ങൾ എന്താണ് ഡിജിറ്റൽ ഫയലായിട്ട് മാറ്റുകയാണ്. ഈ ഫയൽ ഈസ് എ വർക്ക് ഫ്ലോ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് features of existing manual handling of files with the addition of a more efficient electronic system. എന്താണ് ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ കാര്യങ്ങൾ എന്താണ് നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഇലക്ട്രോണിക് രീതിയിൽ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്താണ് ഒരു ഫയൽ നമുക്ക് പേപ്പറിലുള്ള ഒരു 10 പേജുള്ള ഒരു ഫയൽ നമുക്ക് എന്താണ് സ്കാനൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. അല്ലാതെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ടൈപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ദിസ് system involves all stages including diarization of inward receipts, creation of files, movement of receipts and files and finally the achievable of record. അതായത് സാധാരണ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും കമ്പ്യൂട്ടറിന്റെ സേവനത്തോടുകൂടെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പണ്ടൊക്കെ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഏതെങ്കിലും രേഖ 10-20 വർഷം മുന്നേ അല്ലെങ്കിൽ 30 വർഷം മുന്നേയുള്ള രേഖയൊക്കെ എന്താണ് ചെതല് പിടിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. ബട്ട് ഇവിടെ നമ്മൾ എന്താണ് ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ചെതല് പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. വിത്ത് ദിസ് സിസ്റ്റം ദ മൂവ്മെന്റ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് ഫയൽസ് ബിക്കം സീംലെസ് ആൻഡ് ദർ ഇസ് മോർ ട്രാൻസ്പാരൻസി ഇൻ ദ സിസ്റ്റം സിൻസ് ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ടേക്ക് ഓൺ ഫയൽ ഈസ് റെക്കോർഡഡ് ഇലക്ട്രോണിക്കലി. ഇവിടെ എന്താണ് ആ ഒരു ഫയലും കാര്യങ്ങളും ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഡോക്യുമെന്റേഷനിൽ മുഴുവൻ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യാൻ വേണ്ടി പരസ്പരം ബന്ധിപ്പിച്ചുള്ള സബ് മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദിസ് സിംപ്ലിഫൈസ് ഡിസിഷൻ മേക്കിംഗ് ആസ് ഓൾ ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ അറ്റ് സിംഗിൾ പോയിന്റ്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അതായത് ഇപ്പോൾ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ഫയൽസ് ഉണ്ടെങ്കിൽ എല്ലാ ഫയലും നമ്മൾ എന്താണ് കയ്യിൽ പിടിച്ചിട്ട് തൂക്കി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു ക്ലിക്ക് ചെയ്തതിൽ ആ ഒരു ഫയലിന്റെ ഉള്ളിൽ സബ് മോഡ്യൂൾസ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അല്ലേ. സോ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മാറും. അതാണ് ഈ ഫയൽ വരുന്നത്. സാധാരണ ഫയൽ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഫയൽ. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി വർക്ക് ഫ്രം എനിവെയർ പോർട്ടൽ എന്താണ് പേര് തന്നെ അല്ലെ, എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസ് എവിടെ നിന്നും സുരക്ഷിതമായിട്ട് ആക്സസ് ചെയ്തിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വൺ സ്റ്റോപ്പ് പോർട്ടലാണ് വർക്ക് ഫ്രം എനിവെയർ എന്ന രീതിയിൽ പറയുന്നത്. എ ഗേറ്റ് വേ ഫോർ വിർച്വൽ ഓഫീസ് ഫ്രം എനിവെയർ ഈസ് വൺ സ്റ്റോപ്പ് പോർട്ടൽ ഫോർ ഓഫീസ് ഫംഗ്ഷൻ ആൻഡ് കണക്ട്സ് ദ ഒഫീഷ്യൽ ടു സെക്യൂർലി ആക്സസ് ദ ഓഫീസ് ഫ്രം എനിവെയർ. ആ ഒരു ഉദ്യോഗസ്ഥൻ ഇന്നെന്താണ് ഓഫീസിലേക്ക് എത്താൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഓക്കെ, അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി വർക്ക് എന്താണ് ലോഡ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഓഫീസിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ തീർക്കാനും പറ്റും. ദ വർക്ക് ഫ്രം എനിവെയർ പോർട്ടൽ സീക്സ് ടു പ്രൊവൈഡ് വിർച്വൽ വർക്ക് എൻവയോൺമെന്റ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് ബൈ പ്രൊവൈഡിംഗ് ദം വിത്ത് ഈസി ആക്സസ് ടു കീ ആപ്ലിക്കേഷൻ ഡാറ്റ ആൻഡ് കമ്മ്യൂണിക്കേഷൻ
facility. The objective is to facilitate rapid transmission to remote workplace environment while also maintaining data security. അവിടെ ഡാറ്റാ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്കും ചെയ്യാം അല്ലേ. അതായത് നമ്മളിപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് ഗവൺമെന്റ് ഡാറ്റാസ് ഒന്നും ലീക്ക് ആവുന്നു എന്നതിന് അർത്ഥമില്ല. അതിന് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അവിടെ എന്താണ് ഗവൺമെന്റ് എംപ്ലോയീസിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമാണ് വർക്ക് ഫ്രം എനിവെയർ. കോവിഡിന്റെ സമയത്തൊക്കെയാണ് ഇതിന്റെ ഉപകാരം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായത് അല്ലേ. നെക്സ്റ്റ് എന്താണ് സ്പാരോ അഥവാ സ്മാർട്ട് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് റെക്കോർഡിംഗ് ഓൺലൈൻ വിൻഡോ. പേര് തന്നെ ഉണ്ട് അല്ലെ, അപ്രൈസൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആനുവൽ പെർഫോമൻസ് അസസ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതായത് ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ഹയർ അതോറിറ്റീസ് എന്താണ് ഈ ഒരു അപ്രൈസൽ റിപ്പോർട്ട് തയ്യാറാക്കും അല്ലെ. ഈ ഒരു അപ്രൈസൽ റിപ്പോർട്ട് നമുക്കിനി ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ല. സ്പാരോ ഈസ് എൻ ഓൺലൈൻ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ കോംപ്രിഹെൻസീവ് പെർഫോമൻസ് appraisal dossier that is maintained for each member of the service by the government of സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ സൂക്ഷിക്കാറുണ്ട് അല്ലെ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് അത് ഓൺലൈനായിട്ട് ഇനി ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ എയിം ഓഫ് ദിസ് സിസ്റ്റം ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് PAR അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് ബൈ ഓഫീസേഴ്സ് ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് ഓൺലി യൂസർ ഫ്രണ്ട്ലി ബട്ട് ഓൾസോ അലോസ് ടു ഫിൽ ഫ്രം എനിവെയർ എനി ടൈം ആസ് പെർ ദ കൺവീനിയൻസ്. ഈ ഒരു കാര്യങ്ങൾ എന്താണ് അപ്രൈസലും കാര്യങ്ങളോ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. സിമിലർ കൺവീനിയൻസ് വിൽ ബി അവൈലബിൾ ടു ദ ഓഫീസേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ദ വർക്ക് ഫ്ലോ ഹൈറാർക്കി ഓഫ് ദ ഫയലിംഗ് ആൻഡ് സബ്മിഷൻ processor. The system is also expected to reduce delay in submission of completely filed annual PARs. ഈ ഒരു ആനുവൽ PARs എന്താണ് അത് ഫയൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ പലപ്പോഴും എന്താണ് അവരുടെ ജോലിയുടെ അതിന്റെ കൂടെ തന്നെ ചെയ്യുമ്പോൾ ഡിലേ വരാറുണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പർ വർക്കും എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിലേ വരാറുണ്ടായിരുന്നു മുൻപ്. ബട്ട് ഇപ്പൊ എന്താണ് ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്കലി ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി ഭവിഷ്യ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്ന് അധികം ചർച്ച ചെയ്തിട്ട് പോകുന്നില്ല, നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചിട്ട് പോവാം. സോ ആ ഒരു കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം. ഇനിയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭവിഷ്യ, അതുപോലെ ഈ ക്രാന്തി, ഉമങ്, അടൽ ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചർ മേഖലയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെയായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അത് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാനുണ്ട് അല്ലേ. ഓക്കെ, എന്തായാലും ഒരു 2-3 ക്ലാസ് മിനിമം നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് വരും. അതിലൊരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.